സോ ഫ്രണ്ട്സ്, ഞാൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഒരു സാധനം എൻ്റെ കൈ വന്ന് കിട്ടിയത്. അതൊരു 4 വർഷം മുമ്പ് ഞാനും എൻ്റെ അനിയനും കൂടി ഇരുന്ന് ഉണ്ടാക്കിയതായിരുന്നു. അത് ഈ വേൾഡ് കപ്പ് സമയത്ത് തന്നെ കിട്ടിയത്. എന്താ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഇതിനകത്താണ് സാധനം. ഇപ്പം ഞാൻ റൂം വൃത്തിയാക്കിയപ്പോഴാണ് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തവർക്ക് അറിയാം അതിൻ്റെ ഒരു ഫീലിങ്. അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് 10ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടി ഇരുന്ന് ഉണ്ടാക്കിയതായിരുന്നു ഇത്. ഞാൻ റൊണാൾഡോ ഫാനും അവൻ മെസ്സി ഫാനും ആയിരുന്നു. അപ്പോൾ അവനാണ് കൂടുതൽ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കുറേ മെസ്സിയാണുള്ളത്. ഇത് എൻ്റെ ഇപ്പോൾ കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചത് തന്നെ. ഇപ്രാവശ്യം ഞാൻ ഇതിനെപ്പറ്റി മറന്നേ പോയി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മെസ്സി വേൾഡ് കപ്പ് പഠിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ് അവൻ. ഇപ്രാവശ്യം റൊണാൾഡോ വേൾഡ് കപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനെ കുറഞ്ഞ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇതൊക്കെ അവൻ ഇതുണ്ടാക്കിയതാണ്. റൊണാൾഡോ ഒക്കെ ഞാനാണ് തോന്നുന്നു ഉണ്ടാക്കിയത്. അല്ലാതെ കുറേ കട്ടൗട്ടും ഇതൊക്കെ അല്ലാതെ കുറേ കട്ടൗട്ടും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ്. അപ്പോൾ ഇതാണൊക്കെ ഉണ്ടാക്കിയവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു ഫീലിങ്ങും. വേൾഡ് കപ്പ് സമയമാകുമ്പോൾ ഈ വേൾഡ് കപ്പ് സമയത്ത് തന്നെ കിട്ടിയത് എന്തോ ഞാൻ ഓർത്തതേ ഇല്ല. അപ്പം ഞാൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ അടുത്ത വേൾഡ് കപ്പായി. ഹോപ്പ് ഈ പുള്ളി വേൾഡ് കപ്പ് അടിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.